ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ജീവിത നിലവാരങ്ങളിൽ അസാധാരണമായ വിടുതലിന് കാരണമാകത്തക്ക നിലയിൽ സ്വർഗം വെളിപ്പെടുത്തുന്ന ദൂത് ആഴമായി വിശ്വസിക്കത്തക്ക നിലയിൽ ഹൃദയത്തെ ചായ്ക്കുന്ന, ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 1 അധ്യായം 11 വാക്യം, അതിൻ്റെ അവസാന ഭാഗം. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത് ഇന്ന് ആ കാര്യം സാധിപ്പിച്ച് തരും എന്ന അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് നെഹമ്യാവിൻ്റെ ശക്തമായ പ്രാർത്ഥനയാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് വ്യക്തവും ശക്തമായി ആലോചന വെളിപ്പെടുത്തുക. ഇന്ന് ആ കാര്യം സാധിപ്പിക്കും. ഇന്ന് ആ കാര്യം കർത്താവ് പരിഹരിക്കും. വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുക്കട്ടെ. ദൈവത്തിന് അപ്രകാരം പ്രവർത്തിപ്പാൻ കഴിയും. കർത്താവിന് അപ്രകാരം ശക്തിയുണ്ട്. അതല്ലേ നെഹമ്യാവ് ആ ഒരു വാക്ക് പറഞ്ഞ് ഇന്ന് നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, അടുത്ത മാസമല്ല, അടുത്ത ആണ്ടല്ല നടക്കേണ്ടത്. ദൈവമേ, ഇന്ന് ആ കാര്യം സാധിപ്പിക്കണം. ഇന്നൊരു അത്ഭുതം വെളിപ്പെട്ടു വരണം. ദൈവത്തിൻ്റെ പൈതലേ, പ്രാർത്ഥനാതലങ്ങളിൽ ഇന്ന് എന്നൊരു വാക്കും കൂടെ, വിശ്വാസത്തിൻ്റെ ഒരു പൂർണ്ണത അതിനകത്ത് സ്വർഗം ആഗ്രഹിക്കുക. ഇന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തലത്തിൽ ചില അത്ഭുതങ്ങൾ കണ്ടിരിക്കും. ഇന്ന് ചില ദൈവപ്രവർത്തികൾ നടന്നിരിക്കും. അസാധ്യമായ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം ചലിക്കുകയാണ്. വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വരികയാണ്. ഇന്ന് ഒരു വിടുതലുണ്ടെന്ന് വിശ്വസിക്കത്തക്ക നിലയിൽ ഹൃദയത്തെ താഴ്ത്തുന്ന, ഏൽപ്പിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ മത്തായി സുവിശേഷം 6 അധ്യായം 11 വാക്യത്തിലേക്ക് ഒരു വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഇന്ന് തരണം. യേശു കർത്താവ് പറഞ്ഞു കൊടുക്കുക. ഇന്ന് തരണമേ എന്ന് ചോദിച്ചാൽ ഇന്ന് തരുക. സ്വർഗത്തിലെ പിതാവ് വലിയവനാ. സ്വർഗത്തിലെ ദൈവം ശക്തനാ. ഇന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ തൊട്ട് ഈ ദൂത് ഇടപെടുക. ഞങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ച, ഞങ്ങൾക്ക് ആവശ്യമുള്ള വീട് ഇന്ന് തരണമേ എന്ന് ചോദിച്ച, ഞങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം ഇന്ന് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ച, ഞങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് ഇന്ന് തരണമെന്ന് പ്രാർത്ഥിച്ച, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള വിസ ഇന്ന് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ വൈതലേ, മാറ്റങ്ങൾ ഇന്ന് വെളിപ്പെട്ടു വരും. ഇന്ന് ജീവിതത്തിൽ കർത്താവിൻ്റെ കരം ചലിക്കും. ആവശ്യങ്ങളുടെ മേലെ നാളെയല്ല ഇന്ന് തരണമെന്ന കർത്താവിൻ്റെ ശബ്ദം ഇന്ന് വെളിപ്പെട്ടു വരണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ആഴമായി കർത്താവിനെ വിശ്വസിക്കട്ടെ. ഇന്ന് എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് അത്യന്താപേക്ഷിതമായ എൻ്റെ ആ വിടുതൽ ഇന്ന് കർത്താവെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ പൈതലേ, അതുപോലെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവാ. ഈ ദൂത് ചലിക്കുന്നുണ്ട്. ഈ ദൂത് കുടുംബങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്. ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് ആ വിസയുടെ വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവൊന്ന് ചലിച്ച, സ്വർഗമൊന്ന് ചലിച്ച, അത് കരങ്ങളിൽ ലഭിക്കും.
ദൈവത്തിൻ്റെ പൈതലേ, സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട. പരിശുദ്ധാത്മ പറയുന്നു, ഈ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചു, മാറ്റങ്ങൾ വെളിപ്പെടും. സ്ഥിതികൾക്ക് വ്യത്യാസവും വ്യതിയാനങ്ങളും ദൈവം കൽപ്പിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. നാളെ തരണമെന്നല്ല, അടുത്ത ദിവസങ്ങളിൽ തരാമോ എന്നല്ല, ഇന്നെനിക്ക് വേണം. എൻ്റെ പിതാവേ, ഇന്നെനിക്ക് വേണം. ആ ഒരു തലം തുറക്കപ്പെടട്ടെ. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വെളിപ്പെട്ട് വരട്ടെ. ആ മേഖല തുറക്കുമ്പോൾ വിടുതൽ നിശ്ചയവാ, അനുഗ്രഹം നിശ്ചയവാ. അതുപോലെ ദൈവം പ്രവർത്തിക്കും. ഇന്ന് ഒരു അനുഗ്രഹം ഇന്ന് തരണമേ. യേശു പറഞ്ഞു, ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പൈതലേ, അങ്ങനെ തന്നെ തരും. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗപിതാവേ, എന്ന അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ കർത്താവേ, ഇന്ന് വെളിപ്പെടേണ്ട വിഷയമുണ്ട്. ഇന്ന് നടക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ ദൂത് ഏറ്റെടുക്കുക. ഇന്ന് ആ കാര്യം സാധിപ്പിക്കും. ദൈവം സാധിപ്പിക്കും. ചില കുടുംബങ്ങളെ അത് സാധിപ്പിക്കും. ചില തലമുറകളെ അത് വെളിപ്പെട്ട് വരും. കർത്താവ് അങ്ങനെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ വിടുതൽ അവിടെ ഹൃദയത്തിൽ, ശരീരത്തിൽ നടക്കട്ടെ. ആത്മമണ്ഡലത്തിൽ നടക്കട്ടെ. ഭൗതിക മണ്ഡലത്തിൽ നടക്കട്ടെ. അപ്രകാരം കർത്താവ് തൊടുന്നതിനായി, വിടുവിക്കുന്നതിനായി, അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.